ലാസ്റ്റ് ഇന്നത്തെ അവസാനത്തെ ഇതാണ് റിസ്ക് മെഷർമെന്റ് ടെക്നിക്. ആ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണേ. അതിന്റെ ഫസ്റ്റ് പാർട്ട് റിസ്ക് മെഷർമെന്റ് ടെക്നിക്. റിസ്ക് മെഷർമെന്റ് ടെക്നിക് നമുക്ക് റിസ്ക് എന്താണെന്ന് അറിയാം. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീവിയേഷൻ ഫ്രം എക്സ്പെക്ടേഷൻ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നുള്ള ഡീവിയേഷൻ. ഓക്കെ, ഡീവിയേഷൻ ഫ്രം എക്സ്പെക്ടേഷൻ, അതിനെ നമ്മൾ റിസ്ക് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ഏത് മെത്തേഡാ പറയാനായിട്ട് പോകുന്ന? ഒറ്റ മെത്തേഡ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോഫിറ്റബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ല, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അനു സയൻസാ പഠിച്ചത്? അതേ കൊമേഴ്സ് ആയിരുന്നു? +1 +2 ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു. അതുപോലെ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടാ വന്ന? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പടപട ചെയ്യാം. സയൻസ്. അപ്പൊ ഓക്കെ, ഈസി ആയിട്ട് ചെയ്യാം. എന്തായാലും ഓർമ്മ. അതായത് ഓക്കെ, അപ്പൊ നമ്മുടെ റിസ്ക് മെഷർമെന്റ് ടെക്നിക്കാ പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാ പറയാനായിട്ട് പോകുന്നത്. സോറി, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇനി ഞാൻ പറയാൻ ശ്രദ്ധിച്ചു കേട്ടോളെ. ഒരു പ്രോജക്റ്റിന്റെ NPV എന്ന് പറയുന്നത് ഇപ്പൊ 10,000 ഒന്ന് വിചാരിക്കുക. 10,000. ആ പ്രോജക്റ്റിന്റെ റിസ്ക് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചിലപ്പോൾ തന്നേക്കുന്നത്. +or -5,000 തന്നേക്കും. ഈ +or-5,000 കൊണ്ട് എന്താ മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ 5,000 രൂപ നമുക്ക് കൂടുതൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 5,000 രൂപ വരെ നമ്മുടെ പ്രോഫിറ്റ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ 5,000 രൂപ വരെ നമ്മുടെ പ്രോഫിറ്റ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 5,000 രൂപ വരെ നമ്മുടെ പ്രോഫിറ്റ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ ഇവിടെ ഇനി മുതൽ ഈ റിസ്കിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഒരു വാക്ക് നമ്മൾ ഇവിടെ ഉപയോഗിക്കും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി നമ്മുടെ റിസ്കിനെ പറയാനായിട്ട് പോകുന്നത്. എന്ത് വെച്ചിട്ടാ പറയാനായിട്ട് പോകുന്നത്? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം ഇതുവരെ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ആ സംഭവം വെച്ചിട്ടാണെങ്കിൽ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇനി റിസ്കിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഈ സിഗ്മ എന്ന് പറയുന്ന ഇതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അതിന്റെ മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പം നമുക്കത് ചെയ്യാം. കാൽക്കുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ +1 മാത്സിൽ നമ്മൾ മീൻ ഡീവിയേഷനും മീഡിയൻ ഡീവിയേഷൻ ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. ആ സെയിം സംഭവം തന്നെ, വേറെ ഒന്നുമില്ല. പ്യുവർ മാത്സ്. കാൽക്കുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അതായത് ഞാൻ നമ്മുടെ റിലയൻസ് ഉണ്ടല്ലോ, റിലയൻസിൽ നിന്ന് ഷെയർ പർച്ചേസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം എനിക്ക് അവിടുത്തെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഒരു അനാലിസിസ് നടത്തുകയാണ്. ഞാൻ എന്തോ അനാലിസിസ് നടത്തുമെന്ന് വെച്ചാൽ, അവിടുത്തെ ഇതിനും തൊട്ട് മുമ്പുള്ള 5 വർഷങ്ങളിൽ ഓരോ കിട്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതായത് റിട്ടേൺ എത്രയാണെന്ന് നോക്കും. ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഇത് എത്രയാണെന്ന് നോക്കും ഷെയറിന്റെ. അപ്പം എനിക്ക് മനസ്സിലായി 20% കിട്ടിയിട്ടുണ്ട്, 30% കിട്ടിയ വർഷങ്ങളുണ്ട്, 5% കിട്ടിയ വർഷമുണ്ട്, 40% കിട്ടിയ വർഷമുണ്ട്, അതുപോലെ 25% കിട്ടിയ വർഷമുണ്ട്. ഇങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് 2 രീതിക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 2 രീതിക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ, ഒന്ന് റേഞ്ച് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. റേഞ്ച് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോക്കിക്കോളണേ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ റിട്ടേൺ 5% വരെ കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ 40% വരെ കൂടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ റിട്ടേണിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 5% to 40% ആണ് എന്റെ റേഞ്ച് എന്ന് മനസ്സിലായി. ഓക്കെ, ഇത് വെച്ചിട്ട് എനിക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ മെത്തേഡ് അത്ര നല്ലതല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ഒന്നാമത്തെ അതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള വാല്യൂസ് ഒന്നും അപ്പൊ ഇവിടെ കൺസിഡർ ചെയ്യൂല. ഈ ഹയർ വാല്യൂം ലോവർ വാല്യൂം മാത്രമേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അത് തന്നെ അതിന്റെ ഒരു മെയിൻ ലിമിറ്റേഷൻ ആണ്. അപ്പൊ നമുക്ക് തൽക്കാലം റേഞ്ച് വെച്ചിട്ടുള്ള മെത്തേഡ് വേണ്ട. അപ്പൊ റേഞ്ച് വെച്ചിട്ടുള്ള മെത്തേഡ് വേണമെങ്കിൽ പിന്നെ നമ്മൾ വേറെ എന്തോ മെത്തേഡ് ചെയ്യും. അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പം ഒന്നുകൂടെ ഞാൻ പറയുന്നു, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതെ, റിലയൻസിന്റെ ഷെയർ മേടിക്കാൻ പോവാണ്. പാസ്റ്റ് അനാലിസിസ് നടത്തി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ 5% വരെ കുറഞ്ഞിട്ടുണ്ട് റിട്ടേൺ, അതുപോലെ 40% വരെ കൂടിയിട്ടുണ്ട്. അപ്പൊ ആ റേഞ്ച് മനസ്സിലായി. പക്ഷെ അത് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം അവിടെ ഹയർ വാല്യൂ ലോവർ വാല്യൂ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് എന്തോ ചെയ്യാം, നമുക്ക് ആവറേജ് എടുക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നോക്കിക്കോളണേ. ഓക്കെ, ആവറേജ് എടുക്കാം.
നമുക്ക് ആദ്യം ഇതൊന്ന് ടോട്ടൽ ചെയ്യാം. 20, 30, 55, 95, 25, 120. എക്സ് ബാർ മീൻ കണ്ടുപിടിക്കൂലേ നമ്മൾ ആവറേജ്, അല്ലെങ്കിൽ എക്സ് ബാർ ഇത് ടോട്ടൽ 120. എത്ര വർഷത്തേക്ക്? 5 വർഷത്തേക്ക്. അപ്പൊ 120/5 നമുക്ക് ആവറേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവിടെ കിട്ടുന്നതെന്ന് പറയുന്നത് 24% ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യും, നമ്മുടെ ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് എക്സ് മൈനസ് എക്സ് ബാർ, അതായത് 24 നിന്ന് 20 കുറയ്ക്കാം അല്ലെ, എക്സ് മൈനസ് എക്സ് ബാർ ആണല്ലേ, 20 നിന്ന് 24 കുറയ്ക്കാം, ഇതല്ലേ എക്സ്, ഇതിനെ എക്സ് ആയിട്ട് എടുക്കാം. 20, 24 കുറയ്ക്കാം, -4, ഇവിടെ എത്ര കിട്ടും? 6 കിട്ടും. ഇവിടെ എത്ര കിട്ടും? -19 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 14, 24 കുറച്ചാൽ 16 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 1 കിട്ടും. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണെങ്കിൽ പറയണേ, ഒരു ഡൗട്ടും ഇല്ലെങ്കിൽ പറയണേ. നമ്മളൊന്നും ചെയ്തിട്ടില്ല. എക്സ് മൈനസ് എക്സ് ബാർ എടുത്ത്, എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിട്ടേൺ ആണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പം പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇത് ഡീവിയേഷനാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഒരിക്കലും നമ്മുടെ റിസ്ക് നെഗറ്റീവ് വരത്തില്ല. ഒരിക്കലും നമ്മുടെ റിസ്ക് നെഗറ്റീവ് ആവൂല. റിസ്ക് നെഗറ്റീവ് ആയിക്കൂടാ. അപ്പൊ റിസ്ക് നെഗറ്റീവ് ആവാതിരിക്കാൻ അപ്പൊ നമുക്ക് ആ നെഗറ്റീവ് എന്തായാലും മാറ്റിയേ പറ്റുള്ളൂ. അപ്പൊ നെഗറ്റീവ് മാറ്റാനായിട്ട് നമ്മൾ എന്തോ ചെയ്യും? നെഗറ്റീവ് മാറ്റാനായിട്ട് നമുക്ക് അതിനെ സ്ക്വയർ ചെയ്ത് കളയാം, ആർട്ടിഫിഷ്യൽ സ്ക്വയറിംഗ് നടത്താം. അതും സിമ്പിൾ ആണ്. അതായത് ഇവിടെ എഴുതിയേക്കുന്നതിന്റെ എക്സ് മൈനസ് എക്സ് ബാറിന്റെ നമുക്ക് സ്ക്വയർ എടുക്കാം. 4ന്റെ സ്ക്വയർ 16, 6ന്റെ സ്ക്വയർ 36, 19ന്റെ സ്ക്വയർ 361, 16ന്റെ സ്ക്വയർ 256, 1ന്റെ സ്ക്വയർ 1. അപ്പൊ ആർട്ടിഫിഷ്യൽ സ്ക്വയറിംഗ് നമ്മൾ നടത്തി. എന്നിട്ട് ഇതിന്റെ ടോട്ടൽ നമുക്ക് എടുക്കാം. ഇതിന്റെ ടോട്ടൽ എടുക്കുന്ന സമയത്ത് നമുക്ക് 670 ഇതിന്റെ ടോട്ടൽ വരും. എത്ര വരും? 670 ടോട്ടൽ വരും. അപ്പം ഇതാണ് നമ്മുടെ ടോട്ടൽ റിസ്ക് എന്ന് പറയുന്നത്. ഈ 670 ആണ് നമ്മുടെ ടോട്ടൽ റിസ്ക് എന്ന് പറയുന്നത്. നമുക്ക് പക്ഷേ ടോട്ടൽ റിസ്ക് വേണം, നമുക്ക് ആവറേജ് റിസ്ക് മതി. നമുക്ക് എന്തോ മതി? ആവറേജ് റിസ്ക് മതി. അല്ലെങ്കിൽ ആവറേജ് റിസ്കിന് നമുക്കൊരു പേരിട്ട് ഇവിടെ വിളിക്കാം, വേരിയൻസ് എന്ന് വിളിക്കാം. എന്തോ വിളിക്കാം? വേരിയൻസ്. അപ്പൊ വേരിയൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 670 എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ റിസ്ക് ആണ്. അങ്ങനെയാണെങ്കിൽ 5 വർഷത്തേക്കുള്ള റിസ്ക് എത്ര? 670 ഡിവൈഡഡ് ബൈ 5, 134% സ്ക്വയർ എന്ന് വരും. എന്തോ ഒരു 134% സ്ക്വയർ. സ്ക്വയർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാലും മതി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? നമ്മൾ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ സ്ക്വയറിംഗ് അല്ലേ നടത്തിയത്? ഒരു മിനിറ്റ്. നമ്മളിവിടെ ഒരു ആർട്ടിഫിഷ്യൽ സ്ക്വയറിംഗ് അല്ലേ നടത്തിയത്. അപ്പൊ ആർട്ടിഫിഷ്യൽ സ്ക്വയറിംഗ് നമുക്ക് മാറ്റണം. അങ്ങനെ ആർട്ടിഫിഷ്യൽ സ്ക്വയറിംഗ് നടത്തിയത് കൊണ്ട് നമുക്ക് തൽക്കാലം സ്ക്വയറിംഗ് മാറ്റാനായിട്ട് എന്തോ ചെയ്യാം? റൂട്ട് എടുക്കാം. അപ്പൊ റൂട്ട് വേരിയൻസ് എടുക്കാം. റൂട്ട് വേരിയൻസ് എന്ന് പറയുമ്പോൾ റൂട്ട് 134% എടുക്കാം. റൂട്ട് 134 എന്ന് പറയുമ്പോൾ 11.58% എന്ന് കിട്ടും. ഈ റൂട്ട് 34നെയാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്? സിഗ്മ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? റൂട്ട് വേരിയൻസ്. നമ്മൾ ആ മാത്സ് പഠിച്ചിട്ടില്ല, അതേ സെയിം സംഭവം തന്നെ. അല്ലെങ്കിൽ ഫൗണ്ടേഷൻ പഠിച്ചിട്ടില്ല, അതേ സെയിം സംഭവം. ഇപ്പൊ എന്തൊക്കെയാ ചെയ്തതെന്ന് പറയണേ. നമ്മൾ ഡീവിയേഷൻ കണ്ടുപിടിച്ചു. എക്സ് മൈനസ് എക്സ് ബാർ നെഗറ്റീവ് ആവാൻ പാടില്ല. ആർട്ടിഫിഷ്യൽ സ്ക്വയറിംഗ് നടത്തി. എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എടുത്തു. ടോട്ടൽ എടുത്തത് ടോട്ടൽ റിസ്ക് ആണ്. നമുക്ക് ആവറേജ് റിസ്ക് മതി. അതുകൊണ്ട് നമ്മൾ വേരിയൻസ് കണ്ടുപിടിച്ചു. 134% കിട്ടി. പക്ഷേ നമ്മൾ നേരത്തെ ഒരു ആർട്ടിഫിഷ്യൽ സ്ക്വയറിംഗ് ചെയ്തുകൊണ്ട് തന്നെ സ്ക്വയറിനെ മാറ്റാനായിട്ട് നമ്മൾ റൂട്ട് എടുത്ത സമയത്ത് നമുക്ക് എന്തോ കിട്ടി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. 11.58%. ഇത്രയും ക്ലിയർ ആണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഓക്കെ പറഞ്ഞാൽ മതി. നമുക്കൊരു 5 മിനിറ്റും കൂടെ മതി, അതും കൂടെ കഴിഞ്ഞിട്ട് നിർത്താമേ. ഓക്കെ, അപ്പൊ എന്താണ് സത്യം പറഞ്ഞാൽ ഇതിൽ നമുക്ക് മനസ്സിലായത്? അനു, ഞാൻ ഇത് ക്ലിയർ ആക്കുകയാണ്, മൊത്തം ക്ലിയർ അടിക്കുകയാണ്. നമുക്ക് ഇത് വേണ്ടല്ലോ, വേണം. ഓക്കെ, അതായത് ഇതിൽ നിന്ന് മനസ്സിലായത് നമുക്കിപ്പോ എത്ര കിട്ടിയത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 11.58% കിട്ടി. എന്താ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിസ്ക്, അതായത് ഇല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ആവറേജ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 24%. ഒന്നെങ്കിൽ നമ്മുടെ ഇതെന്ന് പറയുന്നത്
ഒരു 11.58% ഇങ്ങോട്ട് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് ഈ പ്രോഫിറ്റ്. അല്ലെങ്കിൽ ഇത് ഒന്ന് 11.58% കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കാണിച്ചു തന്നത്. ഒന്നെങ്കിൽ 11.58% ഇവിടെ നിന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 11.58% കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറഞ്ഞേക്കാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 20% ആയിരിക്കണം. പക്ഷെ ഒരിക്കലും നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് 10% കൂടാനായിട്ട് പാടില്ല. അപ്പം 20% റിട്ടേൺ കിട്ടണം. റിസ്ക് എന്ന് പറയുന്നത് 10% കൂടാനായിട്ട് പാടില്ല, 10% വരെ ആവാവുള്ളൂ. അപ്പൊ നമ്മൾ നോക്കിയാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഈ ഒരു പ്രോജക്റ്റ് അക്സെപ്റ്റബിൾ ആണോ, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കാമേ. റിട്ടേൺ 20 കൂടണം. ഓക്കെ, റിട്ടേൺ 24 പ്രശ്നമില്ല. പക്ഷെ റിസ്ക് 10% കുറയാൻ പാടില്ല. അത് നമുക്ക് ഉറപ്പൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ റിസ്ക് 10% കൂടാനായിട്ട് ഇവിടെ 11.58% ഇല്ല. അതായത് ഒന്നെങ്കിൽ 11.58% കൂടാ, അല്ലെങ്കിൽ 11.58% കുറയാം. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആവില്ല. വെറുതെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നെയാണ്. ഇത്രയും ക്ലിയർ ആണെങ്കിൽ പറയാം. ഇനി നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കൂടെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ആക്കാം. ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഓക്കെ പറയാം. വീണ്ടും പറയണമെങ്കിൽ വീണ്ടും പറയാം. ലാസ്റ്റ് പറഞ്ഞത് ഒന്നുകൂടെ പറയണം. അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞു നമ്മുടെ ഇത് 24% ആണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ എന്താണ്, ഒന്നെങ്കിൽ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് ഇവിടുന്ന് 11.58% കൂടാം, അല്ലെങ്കിൽ 11.58% കുറയാം. അപ്പൊ നമ്മൾക്ക് ഒരാൾ വന്നിട്ട് ഇങ്ങനെ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈ ഒരു കണ്ടീഷനാണ് നമുക്കുള്ളത്. എന്നിട്ട് അയാൾ പറയണത് എനിക്ക് 20% കൂടുതൽ റിട്ടേൺ വേണം, പക്ഷെ 10% കൂടുതൽ റിസ്ക് ആവാനും പാടില്ല. അപ്പൊ ഞാൻ നോക്കിയാണ്, ഇതാണ് എന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് ഇത് ആപ്ലിക്കബിൾ ആണ് അല്ലെങ്കിൽ പോസിബിൾ ആണോ നോക്കണം. അപ്പം ആദ്യത്തെ നോക്കിയാണ് 20% കൂടുതൽ റിട്ടേൺ. ഓക്കെ, 24% റിട്ടേൺ ഉണ്ട്. പക്ഷെ 10% താഴെ റിസ്ക് വരാവുള്ളൂ. നോക്കിയേ 11.58% ഇല്ലേ. ഒന്നെങ്കിൽ 11.58% കൂടുതൽ വരാം, അല്ലെങ്കിൽ കുറവ് വരാം. അപ്പൊ 11.58% റിസ്ക് ഉണ്ട്. അപ്പൊ കണ്ടീഷൻ ആപ്ലിക്കബിൾ ആണോ? കണ്ടീഷൻ ആപ്ലിക്കബിൾ അല്ല, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ആക്കാമേ. നമ്മുടെ ടാറ്റ കൺസൾട്ടൻസി സർവീസ്, അവിടെ നിന്ന് ഞാൻ കുറച്ച് അവിടുത്തെ നമ്മുടെ ആവറേജ് കണ്ടുപിടിച്ചില്ലേ. ഇപ്പൊ നമ്മൾ മീൻ കണ്ടുപിടിച്ചില്ലേ 24, അതുപോലെ അവിടുത്തെ ആവറേജ് മീൻ ഞാൻ കണ്ടുപിടിച്ചത്. ഇപ്പൊ 5 വർഷത്തെ എടുത്തിട്ട് ഞാൻ ചിലപ്പോൾ അവിടുത്തെ ആവറേജ് ഒരു 32% കണ്ടുപിടിച്ച് വെച്ചേക്കാണ്. അതുപോലെ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഞാൻ കണ്ടുപിടിച്ച ഒരു 17.5% കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മുടെ റിലയൻസിന്റെ എത്രയൊക്കെയാ പറഞ്ഞത്, എക്സ് ബാർ 24% കണ്ടുപിടിച്ചു. നമുക്കിപ്പോൾ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്ര കിട്ടി? 11.5% കിട്ടി. 5.8 അല്ലേ. ഇതിൽ നമ്മൾ ഏത് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? നമ്മൾ ഇത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യോ TCSൽ ഇൻവെസ്റ്റ് ചെയ്യും? ഇത് നോക്കിയിട്ട് പറഞ്ഞു എവിടെ ഇൻവെസ്റ്റ് ചെയ്യും. രണ്ടെണ്ണം തന്നിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞേക്കെ. എവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും? ഒപ്പീനിയൻ, TCSലോ റിലയൻസിലോ? വെറുതെ പറഞ്ഞാൽ മതി. TCS. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ കേസ് നമുക്ക് TCS നോക്കാം. TCSലാണെങ്കിൽ റിട്ടേൺ കൂടുതലാണ്. ഓക്കെ, ഇതിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിട്ടേൺ കൂടുതലാണ്. അല്ലെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ റിസ്ക് കൂടുതലാണ്. ഇവിടെ 17.5% റിസ്ക് ഉണ്ട്. അപ്പം ഇവിടെ റിസ്ക് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ റിട്ടേൺ കൂടുതലാണ്. ഇവിടെ റിസ്ക് കുറവാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിസ്ക് കുറവാണ്, അതുകൊണ്ട് റിട്ടേൺ കുറവാണ്. അപ്പം നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിപ്പോ TCS നോക്കുകയാണെങ്കിൽ റിട്ടേൺ കൂടുതൽ കിട്ടും, അതിനനുസരിച്ച് റിസ്ക്കും ഉണ്ട്. ഇവിടെ നോക്കുമ്പോഴോ
റിട്ടേൺ കുറവാണ്, പക്ഷെ എന്താണ് റിസ്ക്കും കുറവാണ്. അപ്പൊ നമുക്ക് ഡൗട്ട് വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഡേറ്റ വെച്ചിട്ട് നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? നമുക്ക് നമുക്ക് ഇവിടെ റിസ്ക് കൂടുതലുണ്ട്, ഇവിടെ റിസ്ക് കുറവ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയാലും ഡിസഡ്വാൻറ്റേജ് ആയാലും രണ്ടിനും ഒരുപോലെ ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പൊ എങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും? അപ്പോഴാണ് നമുക്കിവിടെ പുതിയൊരു ടേമിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ആ ടേമിനെ നമ്മൾ എന്തോ വിളിക്കും എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് വിളിക്കും. എന്തോ വിളിക്കും? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് വിളിക്കും. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് CV ഈക്വൽ ടു, ഇപ്പം എക്സിന്റെ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ബാർ. അപ്പൊ എത്ര കിട്ടും? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എക്സിന്റെ സിഗ്മ 11.58% ഡിവൈഡഡ് ബൈ 24%. എനിക്കൊന്ന് 0.54 എന്നോ മറ്റോ വരെ വരും. വൈയുടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതും ഇതുപോലെ ചെയ്യാമല്ലോ. 17.5% ഡിവൈഡഡ് ബൈ 32%. എത്ര കിട്ടും? 0.4 ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കി ഏതിന്റെയാ കിട്ടുന്നതെന്ന്. ഈ കാൽക്കുലേഷൻ ഒന്ന് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. എനിക്കൊന്ന് ചില തിരിഞ്ഞു പോയാന്നറിയാൻ വയ്യ. അത് കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. തിരിഞ്ഞു പോയല്ലേ? ഓക്കെ. അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനൊന്ന് അനലൈസ് ചെയ്തെടുക്കാം. ഇതിന് ഞാൻ വെറുതെ 0.54:1 എന്ന് എടുക്കുകയാണ്. ഇതിന് ഞാൻ വെറുതെ 0.48:1 എന്ന് എടുക്കുകയാണ്. അപ്പൊ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ 1% റിട്ടേൺ കിട്ടാനായിട്ട് ഇവിടെ ഇത്രയും ഡീവിയേഷൻ എടുക്കുന്നുണ്ട്. അതായത് 54 ഇത്, അതായത് 1% ഇത് കിട്ടാനായിട്ട് 0.54% അവിടെ ഡീവിയേഷൻ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ 1% കിട്ടാനായിട്ട് 0.48 ഡീവിയേഷൻ നടക്കുന്നുണ്ട്. അതായത് സെയിം റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടാനായിട്ട് ഇവിടെ 0.54 നടക്കുന്നുണ്ട്, ഇവിടെ 0.48 നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ ഏതേ ചൂസ് ചെയ്യുള്ളൂ? നമ്മളിതാ ഈ സംഭവം ചൂസ് ചെയ്യുള്ളൂ. കാരണം ഇവിടെ റിസ്ക് കുറവാണ്, റിട്ടേണും ഉണ്ട്, കുഴപ്പമില്ല. അപ്പം ഇത് രണ്ടും നോക്കിയിട്ട് ഞാൻ മൊത്തത്തിൽ റൈസ് ചെയ്യണം. മൊത്തത്തിൽ റൈസ് ചെയ്യണം, ഇങ്ങോട്ട് മാറ്റി എഴുതാം. ആദ്യത്തെ കേസിൽ നമ്മുടെ TCSന്റെ കേസിൽ 0.54:1 എന്നാ കിട്ടിയത്. റിലയൻസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് 0.48:1 എന്നാ കിട്ടിയത്. അപ്പൊ നോക്കി, ഇവിടെ ഇത്രയും ഡീവിയേഷൻ ഉണ്ട്, ഇവിടെ ഇത്രയും ഡീവിയേഷൻ ഉള്ളത്. 1% കിട്ടാനായിട്ട് ഇത് ഇത്രത്തോളം ഡീവിയേറ്റ് ചെയ്യും. ഇവിടെ TCSന്റെ കേസിൽ 1% കിട്ടാനായിട്ട് അത് ഇത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ റിലയൻസിന്റെ കേസിലാണെങ്കിലോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചല്ലേ ഡീവിയേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇതിൽ ഏതേ ചൂസ് ചെയ്യുള്ളൂ? ഡീവിയേഷൻ കുറവുള്ളത് ഏത് ചൂസ് ചെയ്യും? റിലയൻസിന്റെ ചൂസ് ചെയ്യും. നമ്മൾ റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കും. ഇത്രയും കാര്യങ്ങളെ പഠിക്കാനായിട്ടുള്ളൂ. ക്ലിയർ ആണെങ്കിൽ ഓക്കെ പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് നമ്മൾ പഠിച്ചത് ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? അതുപോലെ വേരിയൻസിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതുകൂടെ എഴുതിട്ടോ കേട്ടോ. ചിലപ്പോ വെറുതെ എഴുതിട്ടു. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇത് മൊത്തം മാത്സ് ആണ്. നമ്മുടെ +1 മാത്സിൽ പഠിച്ച കാര്യങ്ങൾ, അല്ലാണ്ട് ഒന്നും അഡീഷണൽ പഠിക്കാനൊന്നുമില്ല. പിന്നെ പറയുമ്പോൾ FM-ന്റെ ടേംസിൽ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, വേരിയൻസിന്റെ ഒരു ഇക്വേഷൻ കൂടെ. വേരിയൻസ് ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ. ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ അല്ലേ? നിർത്താം. അപ്പം ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? നമ്മൾ ആ ടെക്നിക്ക് എല്ലാം പറഞ്ഞത്. നാളെയും കൊണ്ട് നമ്മൾ ഇത് ഫിനിഷ് ചെയ്യും കേട്ടോ എന്തായാലും. ഓക്കെ, ശരി.